സഭാവിശ്വാസികളായി ബന്ധുമിത്രാദികളായി കടന്നു വന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നോർത്ത് തുടങ്ങുന്ന സെൻറ് പോൾ CSI സഭയുടെ ഈ വർഷത്തെ ആദ്യ പെരുന്നാൾ ഈ 2 ദിവസക്കാലവും വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ കൊണ്ടാടുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ 40-40 വർഷക്കാലമായി ഈ പ്രദേശത്ത് ഒരു ക്രിസ്തീയ സമൂഹമായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സഭയുടെ ഇടവപ്പെട്ടക്കാരനായിരിക്കുന്ന റവറൻഡ് ബിൻഡോ കെ തോമസ് അച്ഛനാണ്. നമുക്കറിയാം, കടന്നു വന്ന നാളെ മുതൽ നമ്മുടെ സഭയുടെ ആത്മീയ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉത്തേജനം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഏറ്റവും ബഹുമാനമുള്ള അച്ഛൻ്റേത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ബഹുമാനമുള്ള അച്ഛനെ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന തോമസ് പോൾ സാറ് ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ബഹുമാനമുള്ള സാറിനെയും ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പൊതുസമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് പുന്നവേലി വൈദിക ജില്ലയുടെ ശ്രീജനസംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി കൃപ ഗ്രേസ് ജോൺ ആണല്ലോ. നമുക്കറിയാം, ഏറ്റവും സുപരിചിതനായ നമ്മുടെ മുൻ ഇടവക വികാരിയായിരുന്ന റവറൻ KJ ജോണച്ചൻ്റെ മകളാണ്. പുന്നവേലി ജില്ലയുടെ ശ്രീജന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രിയ മകളുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. കൃത്യസമയത്ത് കടന്നു വരികയും നമ്മുടെ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കടന്നു വരികയും ചെയ്ത ശ്രീമതി കൃപ ഗ്രേസ് ജോണിന് ഈ പൊതുസമ്മേളനത്തേക്ക് ഹാർദവമായി സ്വാഗതം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ സഭാവിശ്വാസികൾ ഓരോരുത്തരും ഈ പൊതുസമ്മേളനത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം ചാരിത്വമായിരിക്കുന്ന അനേകർ ഈ പൊതുസമ്മേളനത്തേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രോഗ്രാം കാണുവാനൊക്കെ കടന്നു വരുവാനൊക്കെ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെയും ഈ പൊതുസമ്മേളനത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ വൈകുന്നേര സമയത്ത് സെൻറ് പോൾ CSI നെടുകുന്നം നോർത്ത് സഭയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ക്രിസ്തീയ കലാസന്ധ്യ ഇന്ന് ഈ ദൈവാലയത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കിയ നല്ല കൃപയ്ക്കായിട്ട് നന്ദി കരയറ്റുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നതെങ്കിലും എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്ന് ഈ വൈകുന്നേര സമയത്ത് കലാപരിപാടികൾ കാണുവാനായിട്ട് വന്നിരിക്കുന്നവരാണ്. പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഓരോ വ്യക്തികളുടെയും അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള താലന്തുകളുടെയും കഴിവുകളുടെയും പ്രദർശനത്തിനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ക്രിസ്തീയ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ശ്രീമതി കൃപ ഗ്രേസ് ജോൺ അവറുകളാണ്. കൃപയാന്റിയെ ഇന്ന് കിട്ടിയത് വളരെ അനുഗ്രഹമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ വട്ടം ജില്ലാ കൗൺസിൽ സെക്രട്ടറി സോജൻ ചാക്കോ അവറുകളായിരുന്നു. ഈ പ്രാവശ്യം ശ്രീജനസഖ്യത്തിൻ്റെ സെക്രട്ടറിയെ നമുക്ക് ലഭ്യമായി. തീർച്ചയായിട്ടും കൃപയാന്റിയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. തുടർന്നും ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനമുള്ള തോമസ് പോൾ സാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഈ നാളുകളിൽ സഭയെ അനുഗ്രഹീതമാകുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതോർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തു ചെയ്താലും ചെയ്യുന്നതൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. ക്രിസ്തീയ ജീവിതങ്ങൾ രൂപപ്പെടുകയും വളർത്തപ്പെടുകയും ഒക്കെയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയുടെ മുഖാന്തരത്താലാണ്. ഒരു ക്രിസ്തീയ കലാസന്ധ്യ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും
നമ്മുടെ മനസ്സുകൾക്ക് ആനന്ദമൊക്കെ പകരുന്നതാണെങ്കിൽ പോലും അതിനപ്പുറത്ത് ഞാൻ അതിനെ ഒരു സാക്ഷ്യമായിട്ടാണ് എപ്പോഴും കാണുന്നത്. ഇതൊരു സാധാ കലാസന്ധിയല്ല. ഇതിന് മുന്നിൽ ഒരു പ്ലസ് സൈൻ ഇട്ട് ഇതിന് പുറകിൽ നമ്മൾ ചേർക്കുന്നതാണ് ക്രിസ്ത്യൻ കൾച്ചറൽ പ്രോഗ്രാം. അതുകൊണ്ട് എപ്പോഴും സഭയുടെ ഐക്യത്തിനും സന്തോഷത്തിനും അതിൻ്റെ ജീവനെയും കാണിക്കുന്നതാണ് ഓരോ ക്രിസ്തീയ കലാസന്ധ്യ എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും അത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ അനുഭവിച്ചവരുടെ വലിയൊരു പ്രതിഫലനമായിരിക്കും നിങ്ങൾ ഇന്ന് ഈ സ്റ്റേജിൽ കാണുവാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ എന്തു ചെയ്താലും അത് ദൈവകൃപയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി മാത്രമായിരിക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകളെ അത് മണ്ണിൽ കുഴിച്ചിടാതെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് അതിലേറെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കണം. അത് തന്നെ ഞാനൊന്ന് മാറ്റി പറയുകയാണ്. ദൈവം തന്നിട്ടുള്ള കഴിവുകൾ, താലന്തുകൾ, അതിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഗിഫ്റ്റ്സും അല്ലെങ്കിൽ എല്ലാ സമ്മാനങ്ങളും, നമുക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകളും കഴിവുകളുമെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അത് ഏറ്റവും അർത്ഥപൂർണമാകും, അനുഗ്രഹപൂർണമായി തീരും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ ഐക്യത്തോടു കൂടിയാണ്. എനിക്കറിയാം നിങ്ങൾ ഇന്നലെയുമായിട്ടെല്ലാം വളരെ ക്ഷീണാവസ്ഥയിലാണ്. നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാം, ശാരീരികമായിട്ടൊക്കെ നിങ്ങൾ ക്ഷീണാവസ്ഥയിലാണെങ്കിൽ പോലും വളരെ ഐക്യത്തോടുകൂടെ ഒരു മനസ്സോടുകൂടെ ഈ ദൈവാലയത്തിന്റെ അങ്കണത്തിലേക്ക് ഇന്ന് ഈ ആദിഫല പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കലാസന്ധ്യ കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഉറക്കമില്ലാതെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഐക്യത്തോടുകൂടെ നമ്മൾ ഈ പ്രോഗ്രാമിനെ സമീപിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഭ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ഈ ക്രിസ്തീയ കലാസന്ധിയിലൂടെ ഇടയാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടാതെ ഈ സമയത്ത് ഈ ക്രിസ്തീയ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ശ്രീമതി കൃപ ഗ്രേസ് ജോൺ അവരുകളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ലിൻഡോ അച്ഛൻ, തോമസ് പോൾ സാർ, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സഭാജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട ലിൻഡോ അച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാനും ഒരു അല്പകാര്യം, വലിയൊരു സുദീർഘമായ പ്രസംഗമൊന്നും കേൾക്കാൻ ഉള്ള മനസ്സോടെയല്ല നിങ്ങളിരിക്കുന്നതിന് ശേഷമുള്ള പ്രോഗ്രാമുകളിലാണ് എല്ലാവരുടെയും മനസ്സ്, കുറേയേറെ പേർ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. വളരെ സന്തോഷമുണ്ട് ഈ സഭയുടെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഉദ്ഘാടകയായി ക്ഷണിച്ചതിൽ എനിക്കുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം ഓർപ്പിച്ച പോലെ എൻ്റെ പിതാവ് റവറൻഡ് KJ എബ്രഹാം റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം ഈസ്റ്റ് മീനിടം സഭയുടെ ശുശ്രൂഷകനായി ഈസ്റ്റ് മീനിടം ഇടവക ചാർജിൽ ആയിരുന്ന സമയത്ത് ഇവിടെയും കടന്നു വന്നിട്ടുണ്ടാവും. നെടുങ്ങാടപ്പള്ളിയാണ് സ്വദേശം. കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അതിന് ഒത്തിരി കാലം മുമ്പ്, ഈ സഭ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല, ഞാൻ ജനിക്കുന്നതിന് മുൻപ് അച്ചാച്ചൻ ഒരു സഭാ ശുശ്രൂഷകനായും ഈസ്റ്റ് മീനിടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് മീനിട പള്ളിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈസ്റ്റ് മീനിട പള്ളിയിൽ പ്രസംഗത്തിനായിട്ട് പോകുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ അവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ പിതാവിൻ്റെ പേര് 2 പ്രാവശ്യം അവിടുത്തെ ശുശ്രൂഷകന്മാരുടെ പേരിൽ 2 തവണ എഴുതപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില പള്ളികൾ. അതേപോലെ തന്നെ നീലമ്പാറ സഭയിലും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് പിതാവ് നിന്ന അതേ സ്ഥാനത്ത് ഡയസിൽ നിൽക്കാനായിട്ട് ലഭിച്ച ഈ ഒരു അവസരം എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത്. പിതാവിൻ്റെ ആഗ്രഹം, സന്തോഷം എല്ലാം അതോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഒന്ന് സന്തോഷിക്കാനായിട്ട്, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളായി സഭയുടെ ഏറ്റവും വലിയൊരു ആഘോഷം നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയവുമാണ്. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സന്തോഷം മുഴുവൻ മൊബൈൽ ഫോണിലാണ്, അല്ലേ? കൂടുതൽ പേർക്ക് ഒരു 10 മിനിറ്റ് മൊബൈൽ ഫോൺ കണ്ടില്ല എങ്കിൽ
കുട്ടികളെന്നല്ല മുതിർന്നവർക്കും ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പോഴത്തേക്കും നമ്മൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒരു സമയമാണ്. വളരെ പ്രശസ്തനായ കൊച്ചു കവിതകൾ കൊണ്ട് പ്രശസ്തനായ കുഞ്ഞുണ്ണി മാഷുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഒരു മയിൽപീലി ഉള്ളൻ്റെ ഉള്ളിൽ ഒരു വളപ്പൊട്ടുണ്ടെൻ്റെ കയ്യിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ. പിന്നെ ഒരു 40-50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു കുഞ്ഞ് വളപ്പൊട്ട് അല്ലെങ്കിൽ കുറച്ച് കല്ലുകൾ അല്ലെ, ഒരു കല്ലുകൊത്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ഒരു ഈർക്കിലി തുണ്ട് വെച്ച് പോലും നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് കളിക്കുമായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നും ഒക്കെ. നമുക്ക് ഈ മൊബൈൽ ഫോൺ സ്ക്രീൻ ടൈം ഒന്നും അവിടെ ആ സമയത്ത് ബാധകമല്ലായിരുന്നു. അപ്പോൾ വളരെ നമ്മുടെ ഉള്ളിൽ ഒരു മയിൽപ്പീലി തുണ്ടുണ്ടെങ്കിലും നമ്മളുടെ ഹൃദയത്തെ സന്തോഷമാക്കുവാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ പൗലോസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ്. അപ്പം ക്രിസ്തീയതയിൽ ഒരു ഞാനും എപ്പോഴും പറയും, കരഞ്ഞും നിലവിളിച്ചും മാത്രം ഇരിക്കേണ്ട. പ്രത്യേകിച്ച് അമ്മമാർക്ക് എപ്പോഴും സങ്കടമാണ്, പ്രയാസമാണ്. ചിലവരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, എനിക്കങ്ങ് പ്രയാസമാണ് എൻ്റെ മക്കളുടെ കാര്യം ഓർത്ത്. മക്കൾ ഉണ്ടായില്ലേ പ്രയാസം, മക്കൾ ജനിച്ചാൽ പ്രയാസം, മക്കൾ പഠിച്ചാൽ പ്രയാസം, പഠിച്ചില്ലേ പ്രയാസം, ജോലി കിട്ടിയില്ലേ പ്രയാസം, ജോലി കിട്ടിയാലും പ്രയാസം, പിന്നെ വിവാഹിതരായില്ലേ പ്രയാസം, വിവാഹം കഴിച്ചാലും പ്രയാസം. എന്ത് പറഞ്ഞാലും അവർക്ക് ഇങ്ങനെ പ്രയാസങ്ങളുടെ പ്രാരാബ്ധങ്ങളുടെ ഒക്കെ മുമ്പിലാണ്, പുറകെയാണ്. പക്ഷേ ഒരു തലമുറ, നമ്മുടെ തലമുറ എല്ലാം ഏറ്റവും നന്നായിട്ട് വന്നത് മാതാപിതാക്കളുടെ ശക്തമായ പ്രാർത്ഥനയും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തപ്പെട്ടതും കൊണ്ടാണ്. എങ്കിൽ പോലും നമ്മളിങ്ങനെ ഭാരത്തിലും പ്രയാസത്തിലും മാത്രമായിരിക്കാതെ സന്തോഷത്തോടുകൂടി നമ്മളുടെ ജീവിതത്തെ കാണുവാനും ആനന്ദിക്കുവാനും, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ക്രിസ്ത്യൻ കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നും അധികം നമ്മുടെ പള്ളികളിലില്ല അല്ലേ. കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ മാത്രമേ ഉള്ളൂ. അതിലുപരിയായിട്ട് മറ്റ് താലന്തുകൾ ക്രമീകരിക്കാനുള്ള ഒരു സൗകര്യവും ചിലപ്പോഴും കാണുന്നില്ല. എങ്കിലും ഇന്ന് നിങ്ങളെല്ലാവരും സന്തോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ നല്ല പ്രകടനങ്ങളെ കണ്ടുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച കഴിവുകളെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കുവാൻ, ഒരു ക്രിസ്തീയ സാക്ഷ്യമായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പം ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. എല്ലാ ദിവസവും പ്രഭാതം നമ്മളൊരു പോസിറ്റീവ് വൈബോടെ, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് തന്നിരിക്കുന്നു സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാനും, സന്ധ്യാസമയങ്ങളിൽ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനും, ദൈവകൃപയിലായിരിക്കുവാൻ നമ്മളുടെ ഓരോ ചുവടുകളും നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് തന്നെ നമ്മളുടെ വലിയൊരു സാക്ഷ്യമാണ്. അതേപോലെ തന്നെയാണ് സന്തോഷമായിരിക്കുന്നത് വളരെ സാക്ഷ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മളുടെ ജീവിതത്തിലെ ഇരുണ്ട സന്ദർഭങ്ങളല്ല, പ്രയാസമുള്ള സന്ദർഭങ്ങളല്ല, നമ്മൾ തന്നെ കണ്ടെത്തണം. സന്തോഷം ആർക്കും കൊണ്ടുതരാൻ പറ്റത്തില്ല. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളിങ്ങനെ ഇക്കിളിയിട്ട് അവരെ ഇങ്ങനെ ചിരിപ്പിക്കും, നമുക്കൊരു ചിരി സന്തോഷമൊക്കെ വരും. അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ, ഇപ്പം ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും എൻ്റെ കമൻസാണ് ഏറ്റവും കൂടുതൽ വായിച്ചു നോക്കുന്നത്. അപ്പോൾ ഈ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ റീൽസ് എടുത്ത് കണ്ടാൽ മതി, എനിക്കിങ്ങ് സന്തോഷം വരുമെന്നല്ലേ. അപ്പം പല മാർഗങ്ങളാണ് ഓരോരുത്തർക്കും സന്തോഷം കണ്ടെത്താനായിട്ട്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമ്മളുടെ പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സത്യമായിട്ട് നേരിടുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അപ്പം യേശുവിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ സന്തോഷം എന്തെന്ന് കണ്ടെത്തുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയും അതിനായിട്ട് നമ്മളുടെ പൈതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. കാരണം പ്രത്യേകിച്ച് സഭയിൽ നിന്നൊക്കെ പൈതങ്ങളോ തലമുറയൊക്കെ അകന്നു പോകുന്ന ഒരു സമയമാണ്. അവരുടെ ഒരു വൈബിലല്ല കാര്യങ്ങൾ പോകുന്നത്. അവർക്ക് ഈ ക്രമീകൃതമായ ആരാധനകളിലൊന്നും ചിലപ്പോൾ സന്തോഷം കാണുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഈ നടത്തുന്ന ഈ പ്രോഗ്രാമുകൾ എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മളുടെ തലമുറയെ ക്രിസ്തീയമായ രീതിയിൽ നമ്മളുടെ തലമുറയെ ഇതെങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും അതിനൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ എല്ലാ സന്തോഷവും നമുക്ക് ലഭിക്കേണ്ടത് യേശുവിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ പണത്തിൽ നിന്നോ സിനിമയിൽ നിന്നോ, പ്രത്യേകിച്ച് ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ലൗകികപരമായ ധാരാളം കാര്യങ്ങളുണ്ട് നൈമിഷികമായ സന്തോഷങ്ങൾ തരുന്നത്. എന്നാൽ നിത്യസന്തോഷം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്, യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് യേശുവിൽ കൂടെ മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നാം എല്ലാവരും സന്തോഷിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട്
നല്ല വാക്കുകളിലൂടെ, നല്ല പ്രവർത്തനങ്ങളിലൂടെ, ധാരാളം നല്ല പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ ഒരു ക്രിസ്തീയ സാക്ഷ്യം ഈ ഒരു സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സഭയ്ക്ക്. ഇന്നത്തെ നിങ്ങളുടെ ഈ കൾച്ചറൽ പ്രോഗ്രാം സെൻറ്റ് പോൾസ് CSI ചർച്ച് നെടുങ്കുന്നം നോർത്ത് ഈ സഭയുടെ ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. നമ്മുടെ ഏറ്റവും ബഹുമാനമുള്ള റവറൻ ലിൻഡോ M. തോമസ് അച്ഛൻ, നമ്മുടെ സഭാ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് തോമസ് പോൾ സാറ്, അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പുന്നവേലി വൈദിക ജില്ലാ സ്ത്രീജന സഖ്യം സെക്രട്ടറി ശ്രീമതി കൃപ ഗ്രേസ് ജോൺ, മറ്റ് സഭാ വിശ്വാസികളെ, സമീപവാസികളെ, കലാസ്നേഹികളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിനു മുമ്പ് ഇപ്രകാരമുള്ള സ്റ്റേജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ സഭയുടെ കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി മാത്രമുള്ള സ്റ്റേജായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു. എന്നാൽ ഏതാണ്ടൊരു 10 വർഷത്തോളമായുള്ളൂ ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ നമ്മുടെ സഭയിൽ ആരംഭിച്ചിട്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയിലെ യാതൊരുവിധ മത്സരങ്ങൾക്കോ കലാപരിപാടികൾക്കോ നമ്മുടെ സഭയിലെ കുട്ടികളോ സ്ത്രീജനസഖ്യമോ സൺഡേ സ്കൂളോ ഒന്നും പോകാറില്ലായിരുന്നു. മത്സരങ്ങളൊക്കെ അനവധിയുണ്ട്. ജില്ലാതലത്തിലുണ്ട്, ഇടവക തലത്തിലുണ്ട്, മഹാ ഇടവക തലത്തിലുണ്ട്. ഒന്നിനും പങ്കെടുക്കുമായിരുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഈ കൊയറിൽ സംബന്ധിച്ചിരുന്ന കാലത്ത് ഈസ്റ്റ് മീനയുടെ ഇടവകയിൽ പോയി ഒരു പാട്ട് പാടി. കൊയറിൻ്റെ ഭാഗമായിട്ട് നഴ്സറി പിള്ളേരെ പാട്ട് പാടുന്ന പോലെ പാടി. അവരെ കളിയാക്കിയില്ല എങ്കിലും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സഭയിലുള്ളവരും ഞങ്ങളെ കളിയാക്കി. പക്ഷേ അതിനുശേഷം ഈ സഭയിലെ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോഴുള്ള സ്ത്രീകൾ, സ്ത്രീജനസഖ്യം, ഇപ്പോഴുള്ള സംഘടനകൾ എല്ലാം വളരെ ടാലൻ്റുള്ളവരാണ്, വളരെ കഴിവുള്ളവരാണ്. അവരൊന്നിലും പുറകോട്ട് മാറുന്നില്ല. ഏത് മത്സരമുണ്ടെങ്കിലും അതിലൊക്കെ പങ്കെടുക്കുവാൻ അവർ താല്പര്യം കാണിക്കുന്നു, പങ്കെടുക്കുന്നു. എല്ലാവരും അതിൽ സമ്മാനങ്ങൾ നേടിക്കൊണ്ട് വരുന്നു. ചില മീറ്റിങ്ങുകൾ, കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷമൊക്കെ മിക്കവാറും ഈ പ്രൈസുകൾ കിട്ടിയവർക്ക് ഉള്ള ഷീൽഡുകളോ അല്ലെ അവാർഡുകളോ ഒക്കെ കൊടുക്കുന്ന ഫംഗ്ഷനുകൾ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട്. ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ കുട്ടികളൊക്കെ ഈയിടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൗത്ത് പാമ്പാടി സഭയിലൊരു സൺഡേ സ്കൂളിൻ്റെ മത്സരമുണ്ടായിരുന്നു. അതിലൊക്കെയും പോയി വളരെ നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചു. സ്ത്രീജനസഖ്യം പുന്നവേലി വൈദിക ജില്ലയുടെ അഭിമുഖത്തിൽ നമ്മുടെ വനിതാരവം നടന്നു. അവിടെ അവരുടേതായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇതെല്ലാം ഈ സഭ ഒരു കാലത്ത് ആരും അറിയാതെ കിടന്നൊരു സഭയായിരുന്നു. ഇപ്പോൾ മഹാ ഇടവക തലത്തിലും ജില്ലാ തലത്തിലും ഇടവക തലത്തിലുമൊക്കെ ഈ സഭയ്ക്ക് യശസ് ഉയർത്തിയത് നമ്മുടെ സഭയിലെ കഴിവുറ്റ കുട്ടികളും സ്ത്രീജനസഖ്യവും മറ്റ് സംഘടനകളും ചേർന്നുള്ള ഇവരുടെ ഈ കഴിവാണ്. അവരെ എവിടെ മത്സരിക്കാൻ പോയാലും, അതായത് ഈ സഭയിലെ കുട്ടികൾ അതായത് പെട്ടെന്നൊരു വിഷയം കൊടുത്താൽ അതിനൊരു നിമിഷ നേരം കൊണ്ടൊരു കവിത എഴുതുന്ന കഴിവുള്ള കുട്ടികളിവിടെ. അതുപോലെ തന്നെ ചില ഉപന്യാസം എഴുതാൻ കഴിവുള്ള കുട്ടികളിവിടെ. പല സഭകളിലും പോയി പ്രസംഗിക്കുവാൻ ഡെപ്യൂട്ടേഷനായിട്ട് പോകുന്നു. അല്ലാതെ തന്നെ പോയി പ്രസംഗിക്കുവാൻ കഴിവുള്ള ധാരാളം പെൺകുട്ടികൾ, അല്ലാതെ ധാരാളം പെൺകുട്ടികളിവിടെ ഉണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ കളിയാക്കി പറയുമായിരുന്നു, വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എല്ലാം നല്ല കഴിവുള്ള പെൺകുട്ടികൾ, കഴിവുള്ള സൺഡേ സ്കൂൾ കുട്ടികൾ, കഴിവുള്ള സ്ത്രീജനസഖ്യം, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. ഈ കഴിവ് നമുക്കിവിടെ ഉണ്ടെങ്കിലും അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ ഈ നമ്മുടെ കഴിവുകൾ മൂടപ്പെട്ട് കിടക്കാൻ പാടില്ല. അത് നമുക്ക് ഈ കഴിവുകളെ സർഗവാസനയെ പുറത്ത് കാണിക്കുവാനുള്ള ഒരു വേദി നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ സഭയിൽ അതിനുള്ള വേദിയുണ്ട്. ഈ സഭയിൽ നമുക്കതിനുള്ള അവസരങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൽ എൻ്റെ ഈ സഭയിലെ എല്ലാ സംഘടനകളോടുമുള്ള അഭിനന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഭയിലെ ഈ തുടർന്നും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടത്തുവാൻ നമ്മുടെ സഭയിലെ എല്ലാ അംഗങ്ങളും കൂട്ടായി ശ്രമിക്കണം. അതുപോലെ തന്നെ എല്ലാവരെയും ഇതിനകത്ത് പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ ഈ സഭയിലെ ചർച്ച് കമ്മിറ്റി ഇതുപോലൊരു പരിപാടി നടത്തുവാൻ വേണ്ടി എഫേർട്ട് എടുത്തത് വളരെ
നമ്മൾക്ക് അവരെ എത്ര അഭിനന്ദിച്ചാലും കഴിയില്ല. ഇതുപോലെ ഇത്ര മനോഹരമായി ഈ പള്ളിയും ഇതിൻ്റെ കാര്യങ്ങളും ഈ പെരുന്നാളും എല്ലാം ക്രമീകരിക്കുവാൻ ഈ സഭയുടെ ഇടവപ്പട്ടക്കാരനും സഭാ ശുശ്രൂഷകനും ചർച്ച് കമ്മിറ്റിയും ഇതിലെ ഓരോ അംഗങ്ങളും ചെയ്ത എല്ലാവരോടും ഉള്ള എൻ്റെ വ്യക്തിപരമായ ആശംസകളും അതുപോലെ തന്നെ പുന്നവേലി ഈ സഭയുടെ ആത്മായ സെക്രട്ടറി എന്ന നിലയിലുമുള്ള ആശംസകൾ ഈ സമയം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്തുതിക്കുന്നു. ഇപ്രകാരം കലാസന്ധ്യ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇവിടുത്തെ യുവജനങ്ങളെയും സൺഡേ സ്കൂൾ കുട്ടികളെയും അത് നേരത്തെ അധ്യാപകരെല്ലാം കർത്താവ് ഒരുക്കിയവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ കൊച്ചു മനസ്സിൽ കൂടിയിരിക്കുന്നതായ കർത്താവെ കലാവൈഭവങ്ങൾ അവർക്ക് പുറത്തെടുക്കുവാനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഈ സഭയുടെ നേതൃത്വം കർത്താവ് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധീരമായ നേതൃത്വം ഇടപെട്ടക്കാരന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത പ്രിയ മിസ്സിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദീർഘനാളുകളായി അവരിടപെട്ടക്കാരനായിട്ടും സഭാ ശുശ്രൂഷകനായിട്ടും അച്ഛൻ്റെ കീഴിലും ചില വർഷങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ലഭിച്ചതായ വലിയൊരു അവസരത്തിനായി സ്തുതിക്കുന്നു. ദൈവമാർത്താവെ എല്ലാം ചന്തമായി ഭംഗിയായി ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവെ മനസ്സുകൊണ്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാൻ തക്കണം സഹായിക്കണമേ. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി പെരുമാറാകണമേ. തുടർന്ന് നടക്കുന്ന കലാസന്ധ്യയുടെ എല്ലാ പ്രകടനങ്ങളും എല്ലാ പ്രോഗ്രാമുകളും വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗവർക്ക് ആവശ്യമായ താലന്തുകളെ കൊണ്ട് കഴിവുകളെ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രത്യേകയാൽ ഈ ക്രിസ്തീയ കലാസന്ധ്യയുടെ മേലും പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരുടെ മേലും ഇപ്പോൾ അത് കാണുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും നേതൃത്വത്തിലായിരിക്കുന്നവരുടെ മേലും ഇപ്പോഴും എന്നേക്കും കാലാവസരത്തോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ.